പെണ്ണുങ്ങൾ വീട്ടിൽ വെച്ചും അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാലും നമ്മളിപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ കച്ചവട സ്ഥാപനത്തിലിരുന്നാലും അല്ലെങ്കിൽ വീട്ടിലിരുന്നാലും വാഹനത്തിലിരുന്നാലും മറന്നു പോകാൻ പാടില്ലാത്ത ഒരു സൂറത്തല്ല ഒരു 4 സൂറത്തുകൾ, കുഞ്ഞു സൂറത്ത്, 4 സൂറത്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, നമ്മൾ എല്ലാ ദിവസവും പറയുന്ന അല്ലെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും ഓതുന്ന 4 ചെറിയ സൂറത്തുകൾ 7 പ്രാവശ്യം വീതം ഒരു മനുഷ്യൻ ഓതിയാൽ അവനിക്ക് കിട്ടുന്ന പ്രതിഫലം അന്നമൻ ഫഅലഹു. ജുമുഅ നമസ്കാരത്തിന് ശേഷം ഒരാൾ 7 പ്രാവശ്യം വെച്ച് ഈ 4 സൂറത്തുകൾ ഓതിക്കഴിഞ്ഞാൽ ഉസിമ മിൻ ജുമുഅത്തി ഇലൽ ജുമുഅ, ഈ ജുമുഅ മുതൽ അടുത്ത വെള്ളിയാഴ്ച വരെ അവനിക്ക് അല്ലാഹുവിന്റെ വലിയ കാവലുണ്ടാകും. അവന്റെ കാര്യങ്ങൾ അല്ലാഹു തആല ഏറ്റെടുക്കും. അപകടങ്ങളിൽ നിന്നുള്ള കാവലുണ്ടാകും. സിഹർ കണ്ണേർ പോലോത്തത് ഏൽക്കില്ല എന്നൊക്കെ നമുക്ക് കിതാബുകളിൽ കാണാം. അപ്പൊ ഏതാണ് ഉസ്താദേ അത്? കേട്ടോ, വേറൊന്നുമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഫാത്തിഹ. ഫാത്തിഹ 7 പ്രാവശ്യം. ജുമുഅ നമസ്കാരത്തിന് ശേഷം ഫാത്തിഹ 7 പ്രാവശ്യം. 1.5 മണിക്കൂർ ചൊല്ലിയാലേ തീരൂ, അങ്ങനെയൊന്നുമില്ല. എല്ലാവരും 5 മിനിറ്റ് കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റും. ഒരു 7 പ്രാവശ്യം ഫാത്തിഹ നമ്മൾ എല്ലാവരും ഓതുന്നവരാണല്ലോ. 7 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തുൽ ഇഖ്ലാസ്, 7 പ്രാവശ്യം ഖുൽ അഊദു ബിറബ്ബിൽ ഫലക് സൂറത്ത്, 7 പ്രാവശ്യം ഖുൽ അഊദു ബിറബ്ബിൻ നാസ് സൂറത്ത്. വളരെ എളുപ്പമുള്ള സൂറത്താണ്, നമുക്ക് എല്ലാവർക്കും കാണാതെ അറിയാവുന്നവരും. സോ 7 എന്നുള്ള കുറക്കാൻ പറ്റുമോ? മഹത്തുക്കൾ ഇവിടെ പറഞ്ഞു തരുന്നത് 7 പ്രാവശ്യം എന്നാണ്. ഇനി എന്തെങ്കിലും തിരക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് 3 ആക്കി ഓതിയാലും കുഴപ്പമില്ല. പക്ഷേ ഇവിടെ ഓതിയാൽ പൂർണ്ണമായ പ്രതിഫലം കിട്ടുന്നത് 7 പ്രാവശ്യമാണ്. അപ്പോൾ 7 പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ, 7 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ്, 7 പ്രാവശ്യം സൂറത്തുൽ ഫലക്, 7 പ്രാവശ്യം സൂറത്തുൻ നാസ്, ഈ 4 സൂറത്തും 7 പ്രാവശ്യം വെച്ച് ഇന്നത്തെ ജുമുഅ നമസ്കാരത്തിന് ശേഷം മഗ്രിബിന് മുമ്പായി, അതായത് ജുമുഅ നമസ്കാരം കഴിഞ്ഞ് മഗ്രിബിന് മുമ്പായി ഒരു മനുഷ്യൻ ഓതിയാൽ അന്നമൻ ഫഅലഹു ഉസിമ മിൻ ജുമുഅത്തി ഇലൽ ജുമുഅ, ഈ ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെ അവൻ അല്ലാഹുവിന്റെ കാവലിലായിരിക്കുമെന്ന് മഹത്തുക്കളായ മശായിഖന്മാർ നമുക്ക് പറഞ്ഞു തരുകയാണ്.